കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് അവരുടെ വിവാഹം നടന്ന ക്ഷേത്രം എന്ന് വിഷ്ണു പറഞ്ഞ ആ ഒരു ക്ഷേത്രത്തിൽ ശാലിനി അന്വേഷിച്ചെത്തുവാണ്. അങ്ങനെ അവിടുത്തെ പൂജാരിയോട് നവംബർ 9 നടന്ന വിവാഹങ്ങളുടെ ഡീറ്റെയിൽസ് വേണമെന്ന് ശാലിനി പറയുക. അന്നേരം പൂജാരി പറയുന്നുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ 1 ഇവിടെ വിവാഹ ചടങ്ങുകളൊന്നും നടന്നിട്ടില്ല. അന്ന് ചില ദോഷപരിഹാര ക്രിയകൾക്കായിട്ടുള്ള പൂജകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതൊരു ചെറിയ അമ്പലമാണല്ലോ, ഇവിടെ എന്ത് ചടങ്ങ് നടന്നാലും ഞാൻ അറിയും. അങ്ങനെ അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് സംശയമാകുവാണ്. അന്നേരം ശാലിനി പറയണേ, അല്ല തിരുമേനി, ഇവിടെ CCTV ഉണ്ടല്ലോ. ആ ഉണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാൻ എന്നെ അനുവദിക്കുമോ? അതിനെന്താ മാഡം? അങ്ങനെ പറഞ്ഞ് ശാലിനിയെ കൂട്ടി CCTV ഒക്കെ ചെക്ക് ചെയ്യുന്ന ആ കമ്പ്യൂട്ടറിൻ്റെ അവിടെ എത്തുവാണ്. അങ്ങനെ ശാലിനി അതിലെ ദൃശ്യങ്ങളൊക്കെ നോക്കുവാണ് കേട്ടോ. അന്നേരം പറയുക, ദേ ഇതില്ല മാഡം, നവംബർ 9 ദൃശ്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ ശാലിനി ആ CCTV ദൃശ്യങ്ങൾ ഫുൾ പരിശോധിക്കുവാണ്. അതിൽ നിന്നും വിഷ്ണുവും കാർത്തികയും ആ അമ്പലത്തിൽ എത്തിയിട്ടേ ഇല്ലെന്നുള്ള കാര്യം ശാലിനിക്ക് വ്യക്തമാകുവാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു കാർത്തികയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ലെന്നും അവർ ഒരു കള്ളം പറഞ്ഞതാണെന്നും ശാലിനിക്ക് മനസ്സിലാകുവാണ്. ശാലിനി അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ക്ഷാമയെ അറിയിക്കുകയാണ്. അന്നേരം ക്ഷാമ പറയണേ, അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് സത്യാമ്മയോട് പറഞ്ഞാലോ കുഞ്ഞേച്ചി? അന്നേരം ശാലിനി പറയുന്നുണ്ട്, തൽക്കാലം ഇപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. വിഷ്ണുവായിട്ട് എന്തിനും ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ കാർത്തികയും മധുശ്രീയും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അല്ലാതെ ഈ കാര്യങ്ങളെല്ലാം ചുമ്മാ ചെന്ന് സത്യാമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നീട് കാണിക്കുന്നത് സത്യാമ്മ വിളിച്ചിട്ട് വീട്ടിലെത്തിയിരിക്കുന്ന വക്കീലിനെയാണ്. അങ്ങനെ ഭാമ വക്കീലിനോട് പറയണേണ്, എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ വിവാഹം കഴിഞ്ഞു. ഇതാണ് അവൻ്റെ ഭാര്യ കാർത്തിക. ഇവർ രണ്ടാരും ഒരു അമ്പലത്തിൽ വെച്ച കല്യാണം കഴിച്ചത്. അപ്പോൾ ഇനി മാരേജ് രജിസ്റ്റർ ആക്കണം, മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ വേണം. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വക്കീലിനോട് ചോദിച്ചറിയാനാണ് വിളിച്ചത്. അതിനെന്താ സത്യാമ്മേ, ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കാം. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വൈകാതെ പെട്ടെന്ന് തന്നെ അത് കിട്ടും. അല്ല, വിവാഹം നടന്ന അമ്പലം ഏതാണ്? അന്നേരം ഭാമ ചോദിക്കണേ, വിഷ്ണു ഏതായിരുന്നു അമ്പലം? അന്നേരം വിഷ്ണു ആണെങ്കിൽ വല്ലാതെ ടെൻഷനായിട്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം രാഘവൻ പറയണേ, പാലോട് മഹാദേവ ക്ഷേത്രം. അതെ വക്കീലെ, അവിടെ വെച്ചാണ് നടന്നത്. ഈ സമയം ഇതൊക്കെ കാണുമ്പോൾ കാർത്തികയും വിഷ്ണു വല്ലാതെ അങ്ങ് ടെൻഷനാകുകയാണ്. എല്ലാ കള്ളക്കളിയും പൊളിയോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ അവരുണ്ടായാലും. ഈ സമയം വക്കീൽ പറയുന്നുണ്ട്, അല്ല ഇത് വിഷ്ണുവിൻ്റെ രണ്ടാമത്തെ വിവാഹമല്ലേ? ആദ്യ വിവാഹം ഇവിടുത്തെ കളക്ടറായിട്ടായിരുന്നില്ലേ? അതപ്പോൾ ഡൈവോഴ്സ് ആയോ? ലീഗലി അവർ രണ്ടാളും വിവാഹമോചനം നേടിയോ? അന്നേരം ഭാമ പറയണേ, അതൊന്നും നേടിയിട്ടില്ല തരും, അത് വിവാഹമോചനമൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. അന്നേരം വക്കീൽ പറയണേ, ഓഹോ അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാകുമല്ലോ സത്യാമ്മേ. ആദ്യ ഭാര്യയെ ജീവിച്ചിരിക്കുകയും ആ ബന്ധം വിവാഹമോചനത്തിലൂടെ വേർപെടുത്താതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് ലീഗലി തെറ്റായ കാര്യമാണ്. അതുമാത്രമല്ല, വിവാഹം നമുക്ക് രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യയിൽ നിന്നും ഡൈവോഴ്സ് വാങ്ങണം. അതായത് വിഷ്ണുവിൻ്റെ ആദ്യ ഭാര്യയായ ശാലിനിയിൽ നിന്നും വിവാഹമോചനത്തിനുള്ള സമ്മതം വാങ്ങി എത്രയും പെട്ടെന്ന് തന്നെ രണ്ടുപേരിൻ്റെ ഡൈവോഴ്സ് ലീഗലി അപ്രൂവായി കിട്ടണം. അങ്ങനെ അത് കേൾക്കുന്നതും വിഷ്ണുവിനും കാർത്തികയ്ക്ക് ഒരു ആശ്വാസമാകുക. തൽക്കാലം വിവാഹം രജിസ്റ്റർ ചെയ്യില്ലല്ലോ. ഈ സമയം ഭാമ പറയണേ, അങ്ങനെയാണോ വക്കീല്? എന്നാൽ ശരി, വക്കീൽ പൊക്കോ, ഞാൻ വിളിക്കാം. ഈ സമയം പെട്ടെന്ന് തന്നെ ഭാമയും പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാകുവാണ്. അന്നേരം രാഘവൻ ചോദിക്കുക, അല്ല ഭാമേ, നീ ഇതെങ്ങോട്ടേക്കാ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം രാഘവേട്ടാ. അങ്ങനെ പറഞ്ഞ് ഭാമ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ഈ സമയം കാർത്തികയാണെങ്കിൽ റൂമിൽ ടെൻഷനായിട്ടിരിക്കുമായിരിക്കും. അന്നേരം വിഷ്ണു പറയണേ, എടോ കാർത്തികേ, താൻ ടെൻഷനാവുകയല്ലേ? സാരമില്ല, എന്താണെങ്കിലും വിവാഹത്തിനുള്ള രജിസ്ട്രേഷനൊന്നും ഇനി ഇപ്പം നടക്കില്ല, അതോർത്ത് പേടിക്കണ്ട. അന്നേരം കാർത്തിക പറയുക, നമ്മുടെ ഈ നാടകം കൈവിട്ട് പോകുവാണ് വിഷ്ണു ഏട്ടാ. ഓരോ ദിവസം കഴിയുന്നോറും വല്ലാത്ത പേടിയാവുന്നു, പിടിക്കപ്പെടുമെന്നുള്ള ഭയം തോന്നുക. താ സമാധാനമായിട്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്തിനാണ് ഈ നാടകം കളിച്ചത് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കണം. അധിക നാൾ ഈ നാടകം തുടരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഭാമ കാറിൽ പോകുന്നതാണ്. ഭാമ അങ്ങനെ നേരെ വന്നെത്തുന്നത് കുടുംബശ്രീ വീട്ടിലേക്കായിരിക്കും കേട്ടോ. അങ്ങനെ വണ്ടിയിൽ നിന്നിറങ്ങുവാണ് ഭാമ. ഇത് കാണുമ്പോൾ ശാലിനി, ഭാമ തിരിച്ചു വന്നപ്പോൾ ഒരു പ്രതീക്ഷ ശാലിനിക്കുണ്ടാകുവാണ്. തന്നെ ഇനി തിരികെ വിളിക്കാനായിരിക്കുമോ ഭാമ വന്നിരിക്കുന്നത് എന്നൊരു പ്രതീക്ഷയോടെ ശാലിനിയും ശാരദാമ്മയും രണ്ടാളും കൂടി പുറത്തേക്ക് ഓടി വന്ന് ഭാമയെ സ്വീകരിക്കുക. വാ സത്യാമ്മേ, അകത്തേക്ക് വാ. അങ്ങനെ ഭാമ അകത്തേക്ക് കയറി ചെല്ലുവാണ്. ഈ സമയം ശാരദ ചോദിക്കുന്നുണ്ട്, അല്ല സത്യാമ്മേ, കുടിക്കാനായിട്ട് ചായ എടുക്കട്ടെ? ഈ സമയം ഭാമ പറയണേ, ശാരദാമ്മേ, നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനോ നിങ്ങളുടെ കുശലാന്വേഷണം നടത്താനോ ഒന്നുമല്ല സത്യാമ്മ ഇവിടെ വന്നിരിക്കുന്നത്. ദേ ഈ പേപ്പറിൽ നിങ്ങളുടെ മകളുടെ ഒരു ഒപ്പ് വേണം. എന്താ ഇത് എന്ന് ശാലിനി ചോദിക്കുക. അന്നേരം സത്യഭാമ പറയണേ, ഇതോ എൻ്റെ മകൻ വിഷ്ണുവും നീയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് നിനക്ക് സമ്മതമാണെന്ന് പറഞ്ഞ് ഉള്ള പേപ്പറായത്, ഇതിൽ നീ ഒപ്പിടണം.
അത് കേൾക്കുന്നതും ശാലിനിയും ശാരദാമ്മയും ഷോക്കാകുവാണ്. ഈ സമയം ശാലിനി പറഞ്ഞേ, ഇല്ല ഞാനിതിൽ ഒപ്പിട്ടില്ല. അന്നേരം ഭാമ ശാലിനി നിർബന്ധിക്കുക, എടി നിന്നെ അവന് വേണ്ടെന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ അവൻ മറ്റൊരു പെണ്ണിനെ താലികെട്ടി വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 6 വർഷക്കാലം നിന്നെ ഓർത്ത് അവൻ നരകിച്ച് ജീവിച്ചു. നീ വലിയ വീമ്പളയ്ക്ക് പറയുന്നുണ്ടല്ലോ വിഷ്ണുവേട്ടൻ എൻ്റെ ജീവനാണെന്നൊക്കെ. അങ്ങനെ നിനക്ക് വിഷ്ണുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ ചെയ്യേണ്ടത് അവൻ്റെ ആഗ്രഹത്തിന് സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവന് നിൻ്റെ കൂടെ ജീവിക്കാനേ താല്പര്യമില്ല. ബന്ധം വേർപെടുത്താനുള്ള ഈ നോട്ടീസ് എൻ്റെ കയ്യിൽ തന്നത് തന്നെ വിഷ്ണുവാണ്. അവന് അതിന് പോലും നിൻ്റെ അരികിലേക്ക് വരാൻ തീരെ താല്പര്യമില്ല. പിന്നെന്തിനാണ് നീ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഇനിയെങ്കിലും എൻ്റെ മോനെ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് ജീവിക്കാൻ വിട്ടുകൂടെ നിനക്ക്? നീ ഇപ്പോൾ ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നതും കണ്ടവൻ്റെ കൊച്ചിനെ എൻ്റെ കൊച്ചുമോളാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. എൻ്റെ പണം കണ്ടിട്ടില്ലേ നീ വരുന്നത്? ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നതിന് പകരമായിട്ട് നിനക്ക് എത്ര പണം വേണമെങ്കിലും നീ എന്നോട് ചോദിച്ചോ, അത് ഞാൻ ഒരു മടിയും കൂടാതെ നിനക്ക് തന്നിരിക്കും. എനിക്ക് വല്ലത് എൻ്റെ മോൻ്റെ ജീവിതം. അങ്ങനെ അതൊക്കെ കേൾക്കുന്നതും ശാലിനിക്ക് വല്ലാതെ ദേഷ്യവും സങ്കടമൊക്കെ തോന്നുവാണ്. അന്നേരം ശാലിനി പറയണേ, ശരി ഞാൻ ഈ പേപ്പറിൽ ഒപ്പിട്ട് തരാം, പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങളുടെ പിച്ചക്കാശൊന്നും എനിക്ക് വേണ്ട. നിങ്ങളുടെ പണവും സ്വത്തുക്കളും പ്രതാപം ഒന്നും കണ്ടിട്ടല്ല ശാലിനി തിരിച്ചു വന്നത്. വിഷ്ണുവേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ്. വിഷ്ണുവേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നുള്ള ബോധ്യം കൊണ്ടാണ്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി. ഇങ്ങത്താ ഞാൻ ഒപ്പിട്ട് തരാം. അങ്ങനെ ശാലിനി ആ പേപ്പർ വാങ്ങി ഒപ്പിടാൻ തുടങ്ങുക. അന്നേരം ശാരദ പറയണേ, മോളെ ശാലിനി. എന്നാൽ അതൊന്നും കേൾക്കാതെ ശാലിനി അതിൽ സൈൻ ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ അത് കാണുന്നതും ഭാമക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. ഭാമ അങ്ങനെ അതുമായിട്ട് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ശാലിനി പറയുന്നുണ്ട്, ആ പേപ്പറിൽ ഒപ്പിട്ടു എന്ന് കരുതി വിഷ്ണുവേട്ടൻ നിന്നെയും തമ്മിൽ പിരിക്കാൻ സത്യഭാമേ നിങ്ങൾക്കാവില്ല. ദൈവം കൂട്ടിയിണക്കിയതാ എന്നെ വിഷ്ണുവേട്ടനെ. മറിഞ്ഞിരിക്കുന്ന എല്ലാ സത്യങ്ങളെയും വെളിച്ചത്താക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്